ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ഇന്ന് അവസാനിക്കുക. ഞാനും ഇന്ന് അവസാനിക്കോ ചേച്ചി? ചിലപ്പോ തീരുമായിരിക്കും അല്ലേ? കൃഷ്ണ, ഞാനിവിടുത്തെ വെറൊരു ജോലിക്കാരിയാ. പല കാര്യങ്ങൾക്കും എന്റെ മനസ്സിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റില്ല. തലയാട്ടിയേ പറ്റൂ. പക്ഷേ നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. സിനി, എന്താ സിനി, പോ റെഡിയല്ലേ? അതെ, റെഡിയാണ് മാം. പോകുന്നതിന് മുന്നേ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാര്യങ്ങള് ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിന്റെ അവസാനത്തെ ചടങ്ങാ. പലതവണ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാം. നവീൻ നിന്റെ അടുത്ത് വരുമ്പോഴും നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും നീ വെറും ഒരു വാടകക്കാരിയാ. അല്ലാതെ ഒന്നും നിന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. തോന്നുകയില്ല. ഈ നാട്ടിൻപുറത്ത് താലിച്ചരയുടെ കയ്യിൽ പിടിച്ച് അരങ്ങേറുന്ന നാടകങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കെട്ടുതാലി, കെട്ടിയ പുരുഷൻ, അങ്ങനെ ആളുകളുടെ മനസ്സിലേക്കുന്ന കുറെ വാക്കുകൾ. അതൊന്നും ഈ കാര്യത്തിൽ വേണ്ട. വിവാഹം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഇന്ന് വരെ നടന്ന സകല കാര്യങ്ങളും മറന്നേക്കണം. പിന്നീട് എവിടെയെങ്കിലും നവീനെയോ നവീന്റെ ബന്ധുക്കളെയോ കണ്ടാ പോലും ഇങ്ങനെ നടന്ന കാര്യങ്ങൾ നീ ഭാവിക്കരുത്. കല്യാണം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലല്ലേ ഞാൻ മരിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പുള്ളതല്ലേ അല്ലേ മാഡം? ഇതാ ഞാൻ പറഞ്ഞത്. ഈ വക സംസാരങ്ങളാ നിന്റെയൊക്കെ ആയുധം. ഇത് വെച്ചോണ്ടാ നീ സകലരെയും വില പേശുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ വിവാഹത്തിന്റെ പേരിലോ ഈ ഒരു താലികെട്ടിന്റെ പേരിലോ എന്തെങ്കിലും ഒരു വിലപേശല് നീ നടത്തിയ നിനക്കല്ല, സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന നിന്റെ അമ്മയ്ക്കായിരിക്കും ആദ്യം മരണമെത്തുക. സിത്താര ശ്രീനിവാസന്റെ അത്രയും ക്ഷമ ഗാഥാ ശ്രീനിവാസനില്ല. അതാദ്യം നീ മനസ്സിലാക്കിക്കോ. ഗാഥ, നമുക്കിറങ്ങാം. അരുതാത്തത് എന്തെങ്കിലും കണ്ടാ ഞാൻ വിളിക്കും മമ്മി. സഹിക്കാൻ പറ്റാതായ ഞാൻ അങ്ങോട്ടേക്ക് വരും. അത് മറക്കണ്ട. കൊണ്ടുപോയിക്കോ. വരൂ.